ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ദിസ് ഈസ് സാൻവീസ് മീഡിയ നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു വ്ളോഗാണ് ചെയ്യുന്നത്. നമ്മുടെ ആദ്യത്തെ വ്ളോഗാണ്. ഈ വ്ളോഗ് ചെയ്യാൻ കാരണം ഇന്നലെ രാത്രി 11 മണിക്ക് നമ്മുടെ വീട്ടിലൊരു ഇത്തിരി കുഞ്ഞൻ അതിഥി എത്തി. അപ്പോൾ ആ ഇത്തിരി കുഞ്ഞൻ അതിഥി ആരാണെന്ന് അറിയണ്ടേ? അതിനെക്കുറിച്ചൊരു കുഞ്ഞു വീഡിയോ ആണ്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇവനാണ് ഞാൻ പറഞ്ഞ കുഞ്ഞൻ അതിഥി. ഇന്നലെ രാത്രി 10:30 നമ്മുടെ വീട്ടിലെത്തിയ പുതിയ ഗസ്റ്റ്. പേര് മനസ്സിലായി കാണല്ലോ. പേര് പറഞ്ഞു കൊടുക്കുക. അതാണ് പേര് കൊണ്ട് അവൻ ഡാഷ് ഉണ്ട്. വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ ഡോഗ് ഇൻ എൻറ്റയർ വേൾഡ്. ലോകം മുഴുവൻ അവൻ്റെ പ്രശസ്തി എത്തിയിട്ടുണ്ട്. എങ്ങനെ പ്രശസ്തി എത്തുന്ന വെച്ചാൽ വിക്ടോറിയ രാജ്ഞിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഡോഗുകളിലൊന്നായിരുന്നു ഡാഷ് ഉണ്ട്. സ്വദേശം ജർമ്മനിയാണ്. സ്വദേശം വന്നിട്ട് ഇനി ഡാഷ് ഹണ്ട്, ഡാച്ചസ് ഹണ്ട് എന്നൊക്കെ പല പ്രൊണൗൺസിയേഷൻ ഉണ്ട്. നമ്മൾ പക്ഷെ സാധാരണ പറയുന്നത് ഡാഷ് ഹണ്ട് എന്നാണ്. നമ്മുടെ ഡാഷ് ഇത് ഇന്നലെ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര അങ്ങ് എത്തണ്ടായിരുന്നു. അവിടെ പോയിട്ട് രാത്രി ഞങ്ങൾ എടുത്തുകൊണ്ട് വന്നതാണ്. നേരത്തെ പറഞ്ഞിരുന്നു ആൾ ഇത്തിരി കുഞ്ഞനാണെങ്കിലും റേറ്റ് കേട്ട് നിങ്ങൾ ഞെട്ടിപ്പോകും. അപ്പോഴ് റേറ്റ് 4500. ഇത് പിന്നെ ഇത്തിരി ക്വാളിറ്റി ഉള്ളതാണ്. ഇതിൻ്റെ ഫാദറും മദറും ക്വാളിറ്റി. നമ്മളിതിൻ്റെ ക്വാളിറ്റിയൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഇതിന് പ്രത്യേകിച്ച് ഞാൻ പറയാനുള്ളത് കണ്ടതുണ്ടോ, ഇതിൻ്റെ ഈ ഇയർ നോക്കണം. ഇയർ ടിപ്പ് പോയിന്റഡ് ആണെങ്കിൽ അത്ര ക്വാളിറ്റി ഇല്ല. ഇത് നല്ല റൗണ്ടാണ്, ക്വാളിറ്റി ഉള്ള സാധനമാണ് എടുത്തത്. അതുകൊണ്ടാണ് 4500 കിട്ടത്തില്ല. പിന്നെ ഞങ്ങൾ ഒത്തിരി ബാർഗെയിനൊക്കെ ചെയ്ത് വാങ്ങിച്ച സാധനമാണിത്. ഇതാണ് ഡാഷ് ഹണ്ട്. അപ്പോൾ 4500 രൂപയാണ് കുഞ്ഞിൻ്റെ വില. അപ്പോൾ നമ്മളൊക്കെ വെറുതെ പോടാ ഡാഷ് മോനെ എന്നൊക്കെ പറയും. അത് കേട്ട് കഴിഞ്ഞാൽ ഇനി വിചാരിക്കണം ഡാഷ് മോൻ എന്ന് വെച്ചാൽ അല്പം വില കൂടിയ സാധനമാണ്. എങ്ങനെയാണ് ഡാഷ്? അപ്പോൾ ഇതിൻ്റെ ജന്മം കൊണ്ട് ഇവൻ ജർമ്മൻകാരനാണ്. 15-ാം നൂറ്റാണ്ടിൽ ജർമ്മനിയിൽ കണ്ടുപിടിച്ച ഡോഗ്. ഒരുപാട് ഏതൊക്കെ ഇനി കറക്റ്റ് പറയാൻ അറിയത്തില്ല. കുറേ ഡോഗുകൾ ക്രോസ് ചെയ്ത് ഉണ്ടാക്കിയ സാധനമാണ്. ഇതിന് ഡാഷ് ഹുണ്ട് എന്നാണ് മറ്റാണ് ജർമ്മനിയിലെ പ്രൊണൗൺസിയേഷൻ. എന്നിട്ട് ഡാച്ചസ് മീൻസ് നമ്മുടെ കീരി വർഗത്തിൽപ്പെട്ട, ഞാൻ ഈ ഫോട്ടോ കാണിക്കുന്നുണ്ട്, ഈ വീഡിയോയിൽ ഞാൻ ഫോട്ടോ കാണിക്കാം. ബാഡ്ജസ് ഒരു കീരി വർഗത്തിൽപ്പെട്ട കുറച്ചുകൂടെ വലിയ നമ്മുടെ മുള്ളം പന്നിയുടെയൊക്കെ സൈസുള്ള ഒരു ജീവിയാണ്. പിന്നെ ഹുണ്ട് മീൻസ് ഡോഗ്സ് എന്നാണ്. അപ്പോൾ ഇതിനെ വേട്ടയാടാൻ വേണ്ടി ഈ ഡാച്ചസിനെ, ഈ ബാഡ്ജറിനെ വേട്ടയാടാൻ വേണ്ടി ഡെവലപ്പ് ചെയ്തതാണ്. അതിനാൽ തന്നെ ഇത്തിരി കുഞ്ഞനാണെങ്കിലും വേട്ടയ്ക്ക് വളരെ ബെറ്ററാണ്. ഒപ്പം നമ്മുടെ പെറ്റ് ഡോഗായിട്ടും. പിന്നെ ഒരു പ്രത്യേകത ഉള്ളത്, ഇതിനെ പറയാനുള്ളത്, ആള് കുഞ്ഞനാണെങ്കിൽ നമുക്ക് കണ്ട ഒരു വളരെ സോഫ്റ്റ് ആണ്. ഇത്തിരി കുഞ്ഞനാണ്. നിങ്ങൾ ഈ ഡോഗിന്റെ വലുതിനെ നിങ്ങൾ കണ്ടു കാണും. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഇങ്ങനെ കാണിക്കുന്നതാണ്, നിങ്ങൾക്ക് കാണാം. ഇതാണ് ഈ ഡോഗ്. അപ്പോൾ ഈ ലോങ് നല്ല പതിഞ്ഞ നീണ്ട ശരീരമാണ് അവർക്കുള്ളത്. ഇത് നമ്മുടെ വീട്ടിലൊക്കെ വളർത്തുമ്പോൾ നമുക്കറിയാം, പാമ്പോ കീരിയോ അങ്ങനെ എന്ത് ചെറിയ ജീവികൾ, ഈവൻ റാറ്റ് വരെ, എലീനെ വരെ കയറി പിടിച്ചു കളയും. അങ്ങനെ ഹണ്ടിങ് പർപ്പസിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമാണ്. ഇപ്പം നമുക്ക് പെറ്റ് ഡോഗ് ആയിട്ടും ഉപയോഗിക്കാം. പിന്നെ നല്ലൊരു വാച്ച്മാനായിട്ട് ഉപയോഗിക്കാം. കുഞ്ഞനാണെങ്കിലും ഒരു വലിയ ഡോബർമാൻ വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു ജർമ്മൻ ഷെപ്പേർഡ് വന്നു കഴിഞ്ഞാലോ ഏത് വന്നു കഴിഞ്ഞാലും അതിൻ്റെ എതിരെ വരെ അവൻ കുറച്ച് നിന്നളയും. ഒരടി പിന്നോട്ട് മാറത്തില്ല. ഇത്തിരി കുഞ്ഞനാണെങ്കിലും ശൗര്യത്തിൽ വമ്പനാണ് ഇവൻ, വമ്പൻ. അപ്പോൾ ഇവനാണ് ഇന്നലെ ഞങ്ങളുടെ വീട്ടിലെത്തിയിരിക്കുന്നത്. മോണയൊക്കെ നോക്കുമ്പോൾ നല്ല പിങ്ക് കളറാണ് മോണ. ഇതൊക്കെ ക്വാളിറ്റിയാണ്. നല്ല വൈറ്റ് ടീത്ത്, പിങ്ക് കളർ മോണ. പിന്നെ ഈ ടിപ്പ് കണ്ടോ, റൗണ്ട് നെക്കാണ്. ഇത് നെക്കല്ല, റൗണ്ട് ഇയർ ടിപ്പാണ്. എല്ലാം കൊണ്ടും വളരെ സന്തോഷമാണ്. ഞങ്ങൾ ഒരുപാട് അന്വേഷിച്ചിട്ട് ക്വാളിറ്റിയുള്ള ബ്രീഡ് കിട്ടാൻ വേണ്ടി ഒരുപാട് കിട്ടിയിട്ട് അന്വേഷിച്ചിട്ട് കണ്ടെത്തി നമുക്ക് കിട്ടിയവനാണ് നമ്മുടെ സ്വന്തം ഡാഷസ്. ഡാഷസ് എന്ന് ഞാൻ പറയുന്നത്, നമ്മളെല്ലാവരും പപ്പീസിനെ കിട്ടി കഴിഞ്ഞാൽ അപ്പോഴേ പേരിടും. ഇതുവരെ പേരിട്ടിട്ടില്ല. നിങ്ങൾക്കും നല്ലൊരു പേര് നമുക്ക് ഇതിനു വേണ്ടി സജസ്റ്റ് ചെയ്യാവുന്നതാണ്. സാധാരണ കാണുന്ന ജിമ്മി, ജാക്കി, ജോണി എന്നീ പേരുകളല്ല, നല്ലൊരു പേര് നമ്മൾ നമ്മുടെ ഡാഷ് ഉണ്ടെന്ന് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സജഷൻസ് ആവാം. അപ്പോഴിനി ഇതിൻ്റെ കളറാണ് നമ്മൾ ഈ കളർ എടുത്തേക്കുന്നത്. ഇതിൻ്റെ കളറ് ബ്ലാക്ക് ആൻഡ് ടാൻ ആണ്. ബ്ലാക്ക് ആൻഡ് ടാൻ ആണ് അത്യാവശ്യം ഡിമാൻഡുള്ള കളർ. പിന്നെ വേറെ കളർ വന്നിട്ട് പ്യുവർ ബ്ലാക്ക് ഉണ്ട്, ടാൻ ഉണ്ട്, ചോക്ലേറ്റ് ഉണ്ട്, ഇപ്പോൾ റെഡ് ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ ഞങ്ങൾ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള കളറാണ് കിട്ടിയിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് ടാൻ. ഇത് അത്യാവശ്യം മാർക്കറ്റ് ഉള്ളതാണ്. പിന്നെ ഇതൊരു മെയിൽ പപ്പിയാണ് കേട്ടോ. മെയിൽ പപ്പിയാണ്. ഫീമെയിൽ പപ്പിക്ക് ഒരു 1000 റുപ്പീസോടെ കുറവാണ്. ഞാനൊരു ഫീമെയിൽ പപ്പീസിനെ തിരക്കുന്നുണ്ട്, കിട്ടുന്നില്ല. നല്ല ക്വാളിറ്റി ഉള്ളതിനെ കിട്ടുന്നില്ല. കാരണം ഇവൻ്റെ അച്ഛനും അമ്മയും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതുകൊണ്ട് നമുക്ക് ബ്രീഡിംഗ് പർപ്പസിന് ഉപയോഗിക്കണമെങ്കിൽ നല്ലൊരു ക്വാളിറ്റി ഉള്ള ഫീമെയിൽ തന്നെ വേണം. അപ്പോൾ കളർ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ കോട്ട് മീൻസ് ഇതിൻ്റെ നിറത്തിൻ്റെ രോമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഷോർട്ട് ഹെയർ ഉണ്ട്. ഇത് നമുക്ക് ഷോർട്ട് ഹെയർ ആണ് ഇതുള്ളത്. പിന്നെ ഉള്ളത് വൈഡ് ടൈപ്പ് ഉണ്ട്, ലോങ് ഹെയർ ഉണ്ട്.
ഈ ഷോർട്ട് ടൈപ്പ് വാങ്ങിക്കാൻ കാരണം ഷോർട്ട് ടൈപ്പ് ആകുമ്പോൾ എനിക്കൊരു മകളുണ്ട്, ഇവിടെ ഓടി നടക്കുന്നുണ്ട്, ഞാൻ ഫ്രെയിമിലോട്ട് വിളിച്ചിട്ട് വരുന്നില്ല, 2.5 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ മോൾക്ക് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ നമ്മുടെ ഫ്ലാറ്റ് ലൈഫിൽ താമസിക്കുന്നവർക്കോ വീടിനകത്തൊക്കെ നമുക്ക് വളർത്താൻ ഈ ഷോർട്ട് ഹെയർ ആണ് നല്ലത്. കാരണം അധികം രോമമൊന്നും പൊഴിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ ഒരു കുഞ്ഞ് ഡോഗ് മോഡല്ലേ, അതുകൊണ്ട് നമുക്ക് ഫ്ലാറ്റ് ലൈഫിലൊക്കെ നമുക്ക് വളർത്താൻ പറ്റിയൊരു ഡോഗാണ്. പിന്നെ സൈസ് വന്നിട്ട് 2 ടൈപ്പാണ് വരുന്നത്, സ്റ്റാൻഡേർഡും മിനിയേച്ചറും. മിനിയേച്ചർ വന്നിട്ട് ഒരു 5 മുതൽ 6 ഇഞ്ചിന് താഴെയാണ് മിനിയേച്ചർ വരുന്നത്. ഇത് മിനിയേച്ചർ അല്ല, ഇത് സ്റ്റാൻഡേർഡ് ആണ്. സ്റ്റാൻഡേർഡ് വന്നിട്ട് നമ്മൾ ഒരു 5 to 8 ഇഞ്ച് സൈസ് വരും. വെയിറ്റ് ആണെങ്കിൽ ഒരു മിനിയേച്ചറിന് ഒരു 6 കിലോ താഴെ മാത്രം, മറ്റേതൊരു 8 to 14 കിലോ വരെ സ്റ്റാൻഡേർഡിന്റെ വെയിറ്റ് വരും. നമുക്ക് സ്റ്റാൻഡേർഡിന്റെ പീസാണ് കിട്ടിയിരിക്കുന്നത്, മിനിയേച്ചർ അല്ല, സ്റ്റാൻഡേർഡ് ആണ്. നമ്മളിവിടെ ബാഡ്ജറിനെ വേട്ടയാടാനൊന്നും അല്ല, വെറുതെ രസം. ഇതിനോട് കുറേ നാളോട് അന്വേഷിച്ച് ഒരുപാട് യൂട്യൂബ് വീഡിയോസായി കണ്ടു, അതിനോട് പ്രിയം തോന്നി വാങ്ങിച്ചേക്കുന്നതാണ് നമ്മുടെ ഈ പപ്പീനെ. പിന്നെ പറയാനുള്ളത്, ഇതിന് നമ്മുടെ വീട്ടിലൊക്കെ നമുക്ക് വളരെയധികം കുട്ടികളുമായിട്ടൊക്കെ പെട്ടെന്ന് ഇണങ്ങും. പിന്നെ ഒരു ട്രെയിനിങ് പർപ്പസിനൊക്കെ ഉപയോഗിക്കാന്ന് വെച്ചാൽ അത്ര അനുസരണശീലമുള്ളതല്ല. പിന്നെ നമ്മുടെ കുട്ടികളായിട്ടൊക്കെ ഇണങ്ങുന്നത് ഞാൻ പറഞ്ഞെങ്കിലും ശ്രദ്ധിക്കാനുള്ളത്, ഈ കുഞ്ഞിലാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും, കൊച്ചിൽ തന്നെ നല്ല നഖമുണ്ട്. അപ്പം നമ്മൾ വീട്ടിലേക്ക് വളർത്തുമ്പോൾ കുറച്ച് നഖം വെട്ടി വളർത്താൻ ശ്രമിക്കണം. വളർത്താൻ താല്പര്യമുള്ള കേസാണ് ഞാൻ പറയുന്നത്. പിന്നെ ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ അധികം അസുഖമൊന്നും മറ്റേ വലിയ ഡോഗ്സിനെ അപേക്ഷിച്ച് ഇതൊരു മിനിയേച്ചർ ടൈപ്പ് അല്ലേ, അതുകൊണ്ട് വലിയ അസുഖങ്ങളൊന്നും വരാറില്ല. മണ്ണിലൊക്കെ എപ്പോഴും ഒരു മണ്ണിലൊക്കെ കിടന്ന് ഇടപഴകുന്നവരാണ്, പക്ഷെ അസുഖമൊന്നും വരാറില്ല. പിന്നെ സ്മൂത്ത് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ, സ്മൂത്ത് ഹെയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ക്ലീനിങ് എളുപ്പമാണ്. ഇതിപ്പോൾ പാല് കുടിച്ചിട്ട് പുറത്തൂടെ വീണ് ഉണങ്ങിയിരിക്കുന്നതാണ് ഇവിടെ കളറ്. നമുക്കൊരു ജസ്റ്റ് വെറ്റായിട്ടുള്ള ഒരു തുണി ഉപയോഗിച്ച് തന്നെ നമുക്ക് ഇതിനെ തുടച്ചെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാം കൊണ്ടും നമുക്ക് ഒത്തിണങ്ങിയ ഒരു ഡോഗാണ്. ആർക്കും വളരെ എളുപ്പത്തിൽ വളർത്താൻ പറ്റുന്ന ഒരു ഡോഗാണ്. വലിയ അസുഖമൊന്നും വരത്തില്ല. പിന്നെ പ്രശ്നമുള്ളതെന്ന് ഈ ഇപ്പം തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ലോങ് ഉണ്ടാവും, നല്ല നീളമുള്ള ഡോഗാണ്. അപ്പോൾ ഏകദേശം ഇത്ര പൊക്കുന്ന താഴോട്ടൊക്കെ എടുത്ത് വീണാൽ തന്നെ ഇതിന് ഹിപ്പിൽ ചെറിയ പ്രശ്നം ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ വളർത്തിയിട്ടില്ല, കാരണം കുഞ്ഞിനുണ്ടോ, ഇത് നല്ല സ്റ്റാൻഡേർഡ് കുഞ്ഞാണ്. ഈ കുഞ്ഞിന് തന്നെ ഇത് ഒരു 32 days മാത്രം ഓൾഡായ കുഞ്ഞാണ്. ഇതിൻ്റെ വിലയാണ് 4500. ഇപ്പോഴത്തന്നെ ഇതിൻ്റെ നീളം കണ്ടു, നല്ല നീളമുള്ള നല്ലൊരു കുഞ്ഞിനെ തന്നെ നമുക്ക് കിട്ടി. അപ്പോൾ എന്തായാലും ഞങ്ങളെല്ലാവരും വളരെ ഹാപ്പിയാണ്. രാവിലെയായിട്ട് മകളും ഇതുമായിട്ട് കുറച്ച് ഇൻട്രാക്ഷൻ വരുന്നുണ്ട്. മോളെടുത്ത് കുറച്ച് മുഖത്തി പേടിയാണ്, ഒന്ന് റെഡിയായി വരുമായിരിക്കും. അപ്പോഴേ എന്തായാലും ഞങ്ങളെല്ലാം വളരെ ഹാപ്പിയാണ്. ഈ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ചെയ്തൊരു കുഞ്ഞു വ്ളോഗ്, ഫസ്റ്റ് വ്ളോഗാണ്. അപ്പോൾ നിങ്ങൾക്ക് വ്ളോഗ് ഇഷ്ടമായി എന്ന് കരുതുന്നു. പ്രത്യേകിച്ച് ഡോഗിനോട് താല്പര്യമുള്ള ആൾക്കാർക്ക് മാത്രമാണ് നമ്മുടെ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നത്. എനിക്ക് അറിയാൻ പറ്റുന്ന കാര്യങ്ങളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, പിന്നെ വിശദീകരിച്ചുള്ളൊരു റിവ്യൂവും അല്ലേ. അപ്പോഴെന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഒപ്പം ആ സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് കൃത്യസമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതാണ്. അപ്പോൾ ദിസ് ഈസ് ആൻവി സൈനിങ് ഓഫ്.